വോയേജർ 1 ഗ്രഹങ്ങളുടെ തലത്തിൽ നിന്നും മുകളിലേക്ക് ഏകദേശം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നീങ്ങിക്കൊണ്ടേയിരുന്നു. വോയേജർ 2 നേരെ താഴേക്കാണ് നീങ്ങിയത്. ഒരൽപ്പം വേഗത കുറവുമായിരുന്നു, ഏകദേശം 9 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ കട്ട പിടിച്ച ആ അന്ധകാരത്തിൽ ഇരുവശങ്ങളിലേക്കുമായി അവർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഈ സൗരയൂഥത്തിൻ്റെ അറ്റത്ത് ഏറ്റവും ആവേശകരമായ കണ്ടെത്തലുകളാണ് മുന്നിലുള്ളത് എന്ന് ടീം അംഗങ്ങൾക്കറിയാമായിരുന്നു. 2012 ഓഗസ്റ്റ് മാസം 25-ാം തീയതി വോയേജർ 1 സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിരിലേക്ക് അടുക്കുകയായിരുന്നു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇനി നമ്മൾ കാണാനും അറിയാനും പോകുന്നത് ഇന്നേ വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. സൗരയൂഥത്തിൻ്റെ അതിരിനപ്പുറത്ത് എന്താണ് എന്ന് മനുഷ്യരാശി കണ്ടെത്താൻ പോകുന്നു. ഓഗസ്റ്റ് മാസം 25-ാം തീയതി വോയേജർ 1 സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിരിലേക്ക് അടുക്കുകയായിരുന്നു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. അതിനപ്പുറത്ത് എന്താണ് എന്ന് മനുഷ്യരാശി ഉടൻ കണ്ടെത്താൻ പോകുന്നു. സൗരയൂഥത്തിന് നിരവധി അതിരുകളുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അതിരുകളായി നിർവചിക്കുവാൻ സമ്മതിച്ചിട്ടുള്ളവ. ഏറ്റവും അടുത്ത അതിർത്തി നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥമാണ്, അവസാനത്തെ ഗ്രഹം. ഏറ്റവും അകലെയുള്ളത് ഊട്ട് മേഘങ്ങളാണ്. എന്നാൽ മൂന്നാമതൊരു അതിര് കൂടെയുണ്ട്. അതത്ര അബ്സ്ട്രാക്റ്റ് അല്ല. നമ്മുടെ ഗ്രഹകുടുംബവും ബാഹ്യ സൗരയൂഥവും തമ്മിലുള്ള ഒരു ഭൗതികമായ അളക്കാൻ കഴിയുന്ന അതിർത്തിയാണിത്. ഇതിനെ ഹീലിയോപോസ് എന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും നമുക്കിത് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല, പക്ഷേ ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് ഇത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ അതിർത്തി സൂര്യന് ചുറ്റിലും ഹീലിയോസ്പിയർ എന്നറിയപ്പെടുന്ന ഒരു വലിയ കുമിള രൂപപ്പെടുത്തുന്നു. ഈ കുമിള സൂര്യൻ്റെ കണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബഹിരാകാശത്തു നിന്നുള്ള കണങ്ങളെക്കാൾ വളരെയധികം അവയുണ്ട്. കുമിളയ്ക്ക് പുറത്ത് സ്ഥിതി വിപരീതമാണ്. സൗരകണങ്ങളെക്കാൾ കൂടുതൽ ഗലക്റ്റിക് കണങ്ങളാണുള്ളത്. ഒരുപാട് കാലം ഇത് വെറും സിദ്ധാന്തം മാത്രമായിരുന്നു. ഹീലിയോപോസ് എവിടെയാണ് എന്നോ ഒരു ബഹിരാകാശ പേടകം അത് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ ആർക്കും അറിയില്ലായിരുന്നു. 2012 ഓഗസ്റ്റിൽ ഈ സിദ്ധാന്തം യാഥാർത്ഥ്യമായി മാറി. ശാസ്ത്രജ്ഞന്മാർ ശ്വാസമടക്കി പിടിച്ചിരുന്നു. വോയേജർ 1ൻ്റെ ഉപകരണങ്ങൾ സൗരകണികകളുടെ സാന്ദ്രതയിൽ പെട്ടെന്നുള്ള കുറവും ഗലക്റ്റിക് കോസ്മിക് രശ്മികളിൽ കുത്തനെയുള്ള വർധനവും കണ്ടെത്തി. ബഹിരാകാശ പേടകം അതിർത്തി കടന്നിരിക്കുന്നു. ഹീലിയോസ്പിയർ വിട്ടുപോയ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി വോയേജർ. ഡേറ്റകളെല്ലാം സമഗ്രമായി വിശകലനം ചെയ്ത ശേഷം 1 വർഷം കഴിഞ്ഞ് 2013 സെപ്റ്റംബർ മാസം നാസ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 5 വർഷങ്ങൾക്ക് ശേഷം വോയേജർ 2 ഹീലിയോപോസിലെത്തി. വേഗത കുറവായിരുന്നു, പക്ഷേ ഫലം ഒന്നു തന്നെയായിരുന്നു. 2018 നവംബറിൽ അതും ഇടപെടാതെ ശൂന്യതയിലേക്ക് പ്രവേശിച്ചു. ഈ ദൗത്യഘട്ടത്തിനായി വോയേജറുകളെ രൂപകൽപ്പന ചെയ്തിരുന്നില്ല. 1970കളിൽ നിർമ്മിച്ച ഇവ യഥാർത്ഥത്തിൽ ഗ്രഹപരിവേഷണത്തിനായി മാത്രം ഉദ്ദേശിച്ചുള്ളവയായിരുന്നു. അവ ആ വലിയ ശൂന്യതയിലേക്ക് എത്തിയപ്പോഴേക്കും പല ഉപകരണങ്ങളും പ്രവർത്തനം നിർത്തിയിരുന്നു. ചിലത് വൈദ്യുതി ലഭിക്കുവാൻ മനഃപൂർവ്വം ഷട്ട് ഡൗൺ ചെയ്തവ, മറ്റുള്ളവ കേടായി പോയവ. എന്നിട്ടും ആ അവസ്ഥയിലും ബഹിരാകാശ പേടകത്തിന് നിർണായകമായ ഡേറ്റകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഹീലിയോസ്പിയർ സിമ്മട്രിക്കൽ അല്ല എന്ന് മനസ്സിലാക്കി. വടക്കൻ അർദ്ധഗോളത്തിൽ അത് പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, തെക്കൻ അർദ്ധഗോളത്തിൽ അത് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഗലക്റ്റിക് പരിസ്ഥിതിയുമായി സൗരയൂഥം എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ അത് മാറ്റിമറിച്ചു. വോയേജറുകൾ ശാസ്ത്ര സമൂഹത്തിലുണ്ടായിരുന്ന ലോങ് സ്റ്റാൻഡിംഗ് ധാരണകളെ പോലും ചോദ്യം ചെയ്തു. ഹീലിയോപോസ് കടക്കുമ്പോൾ കാന്തിക മണ്ഡലം പെട്ടെന്ന് ദിശ മാറുമെന്ന് പലരും പ്രതീക്ഷിച്ചു, ഒരു വ്യക്തമായ അടയാളപ്പെടുത്തിയ രേഖ കടന്നു പോകുന്ന പോലെ. എന്നാൽ അത് സംഭവിച്ചില്ല. പെട്ടെന്നുള്ള മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു മതിലിന് പകരം ഒരു മിനുസമാർന്ന വളവായിരുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ രേഖകൾ സാവധാനം വശങ്ങളിലേക്ക് വളഞ്ഞു. ആരോ വഴി കാണിക്കുന്നതിനുള്ള ലൈനടയാളങ്ങൾ നിശബ്ദമായി മാറ്റി വരച്ച പോലെ. ഇതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. കൂടാതെ ബഹിരാകാശം നമ്മുടെ മോഡലുകൾ നിർദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയേറെ സങ്കീർണമാണ് എന്ന് തെളിഞ്ഞു. എല്ലാം നന്നായി മനസ്സിലാക്കിയെന്ന് നമ്മൾ കരുതിയ സ്ഥലം പോലും പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവരുടെ ഉപകരണങ്ങളുടെ പകുതി പ്രവർത്തനരഹിതമായിട്ടും വോയേജറുകൾ കണ്ടെത്തലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവ എത്രത്തോളം മുന്നോട്ട് പോയോ അത്രത്തോളം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. പക്ഷേ ഇനി പ്രപഞ്ചത്തെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ചാണ്. കാലക്രമേണ വോയേജർ ദൗത്യം അതിൻ്റെ സൃഷ്ടാക്കളോട് തന്നെ
ഏകദേശം ദാർശനികമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന്, അത് നിർമ്മിച്ചവരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്ന ഈ യന്ത്രത്തെ നിങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കും? ഏകദേശം അരനൂറ്റാണ്ടോളം കടന്നുപോയി കഴിഞ്ഞു. ആ സമയത്ത് പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ എവിടെയോ വെച്ച് മാനുവലുകളും സ്കീമാറ്റിക്കുകളും അപ്രത്യക്ഷമായി. ചില കാര്യങ്ങൾ ഒരിക്കലും എഴുതി വച്ചിരുന്നില്ല. പല എഞ്ചിനീയറിംഗ് തീരുമാനങ്ങളും ഇപ്പോൾ അതെടുത്തവരുടെ ഓർമ്മകളിൽ മാത്രമായി നിലകൊള്ളുന്നു. ആ ആളുകൾ പോയപ്പോൾ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ ചെയ്തു, മറ്റൊരു തരത്തിൽ ചിന്തിച്ചില്ല എന്നതിനെക്കുറിച്ചുള്ള ധാരണയും പോയി. ചിലപ്പോൾ അത് അസംബന്ധത്തിൻ്റെ തലത്തിലെത്തി. 2000ങ്ങളുടെ തുടക്കത്തിൽ വോയേജർ കമ്പ്യൂട്ടറുകൾ 2010 ഷട്ട് ഡൗൺ ചെയ്യാൻ പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് എഞ്ചിനീയർമാർ പെട്ടെന്ന് കണ്ടെത്തി. വെറുതെ ഓഫ് ചെയ്യുക, അതെന്തുകൊണ്ടായിരിക്കും? ആർക്കും അറിയില്ല. അവർ മുതിർന്ന ടീമംഗങ്ങളെ തിരഞ്ഞു. പക്ഷേ ആരും ആ കമാൻഡ് ചേർത്തത് ആരാണെന്നോ എന്തുകൊണ്ടാണ് ചേർത്തത് എന്നോ ഓർമ്മിച്ചെടുക്കുവാൻ പോലും സാധിച്ചില്ല. പക്ഷേ പ്രശ്നം കോഡിൽ മാത്രമല്ല, അത് ആളുകളാണ്. അതാണ് യഥാർത്ഥ വെല്ലുവിളി. പ്രോജക്റ്റിൻ്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അന്ന് സർവകലാശാലകളിൽ നിന്നും പുറത്തു വന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരായിരുന്ന എഞ്ചിനീയർമാർ ഇന്ന് 80 വയസ്സിലും മുകളിൽ പ്രായമുള്ള പടുവൃദ്ധരാണ്. അവരെ 1977 സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. കിലോബൈറ്റുകൾ മെമ്മറിയുള്ള കമ്പ്യൂട്ടറുകൾ, പണ്ടെങ്ങോ മറന്നുപോയ ഭാഷയിലുള്ള പ്രോഗ്രാമിംഗ്, ആരും ഉപയോഗിക്കാത്ത അത്ര പഴക്കം ചെന്ന ഹാർഡ്വെയർ ആർക്കിടെക്ചറുകൾ, ഇതെല്ലാം സാങ്കേതിക വെല്ലുവിളികൾ മാത്രമല്ല, ഇതൊരു പാഠമാണ്. മനുഷ്യരാശിക്ക് സൗരയുദ്ധത്തിനും അപ്പുറം ബഹുനൂറ്റാണ്ട് ദൗത്യങ്ങൾ നടത്തണമെങ്കിൽ വരും തലമുറയ്ക്കായി നമ്മുടെ സാങ്കേതിക വിദ്യ എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിക്കുകയും ഏറ്റവും അസാധാരണമായ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾക്ക് തയ്യാറാവുകയും വേണം. ഉദാഹരണത്തിന്, വോയേജർ പെട്ടെന്ന് അത് ചെയ്യാതിരുന്ന എന്തെങ്കിലും ചെയ്യുവാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ പതിവ് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾക്ക് പകരം അജ്ഞാത ഭാഷയിലുള്ള ഒരു സന്ദേശം നാസയ്ക്ക് അയക്കുവാൻ തുടങ്ങിയാലോ എന്തു സംഭവിക്കും? കാരണം അത്തരത്തിലൊന്ന് ലോകം മുഴുവൻ ആകാംക്ഷയിലിരുന്ന സമയത്ത് അധികം താമസിയാതെ തന്നെ സംഭവിച്ചു. 2020 മാർച്ച് മാസം. അന്ന് ലോകം മുഴുവൻ പാൻഡമിക്കിനായി അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഡീപ് സ്പേസ് നെറ്റ്വർക്കിൻ്റെ ഓസ്ട്രേലിയൻ ശാഖയും അന്ന് ഓഫ്ലൈനായി. വോയേജർ 2 എത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ആൻറ്റിനയായ 230 അടി DSS-43 റേഡിയോ ദൂരദർശിനി വലിയ നവീകരണത്തിനായി പോയി. 30 വർഷത്തിനിടയിൽ ആദ്യത്തേത്. ടെക്നീഷ്യന്മാർ അതിൻ്റെ ഫീഡ് സിസ്റ്റം നീക്കം ചെയ്തു, ആക്ച്വേറ്റർ മാറ്റി സ്ഥാപിച്ചു, പുതിയ ആംപ്ലിഫയറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. പഴയ ട്രാൻസ്മിറ്ററുകൾക്ക് പകരം ഡിഷിനിപ്പോൾ 10,000 കിലോവാട്ട് ശുദ്ധമായ വൈദ്യുതി ഉണ്ടായിരുന്നു. അതേസമയം പേടകം ഭൂമിയിലേക്ക് ടെലിമെട്രി അയക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് ഇനിയും കമാൻഡുകൾ സ്വീകരിക്കുവാൻ കഴിയില്ല. ഞങ്ങളത് കേട്ടു, പക്ഷേ അത് ഞങ്ങളെ കേട്ടില്ല. വോയേജറുകൾ പൂർണ്ണമായും സ്വയം ഭരണാധികാരമുള്ളവരാണ്. ഇരുവരും തങ്ങളുടെ ഫ്ലൈറ്റ് പ്ലാൻ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. ഇടയ്ക്കിടെ ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ വഴി അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാറുമുണ്ട്. പക്ഷേ ബഹിരാകാശ പേടകം എല്ലായ്പ്പോഴും അടിസ്ഥാന നിർദ്ദേശങ്ങൾ ഓൺ ബോർഡിൽ സൂക്ഷിക്കാറുണ്ട്. എങ്കിലും 7 മാസക്കാലത്തെ നിശബ്ദത ഒരുപാട് സമയമാണ്. 43 വയസ്സ് പ്രായമുള്ള ഈ ബഹിരാകാശ പേടകം അതിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് പറക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഭൂമിക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വന്നേനെ, ഒരു ഉപദേശം പോലും നൽകുവാൻ സാധിക്കാതെ. 2020 ഒക്ടോബർ മാസം 29 സത്യം വെളിവാക്കുവാനുള്ള നിമിഷം ഒടുവിൽ എത്തിച്ചേർന്നു. നവീകരിച്ച DSS-43 അതിൻ്റെ ലക്ഷ്യത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടു. ഒരു ടെസ്റ്റ് കമാൻഡ് പാക്കേജ് അയച്ചു. 10,000 കിലോവാട്ട് റേഡിയോ പവർ. ഏതാനും വരി കോഡുകളിലേക്ക് അത് ചുരുങ്ങി. സിഗ്നൽ 17 മണിക്കൂർ നേരത്തേക്ക് ഇടപെടാതെ ശൂന്യതയിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് റിസീവറുകൾ അത് സ്ഥിരീകരിച്ചു. സന്ദേശം ലഭിച്ചു, അത് വായിച്ചു. വോയേജർ 2 ഞങ്ങളെ കേൾക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടു. കമാൻഡുകൾ നടപ്പിലാക്കി. തുടർന്ന് റിപ്പോർട്ട് ചെയ്തു, ഞാനിപ്പോഴും പ്രവർത്തനക്ഷമമാണ്. കാലവും ഗാലക്റ്റിക് കാറ്റും ഏറ്റി തളർന്നെങ്കിലും ആ പഴയ ബഹിരാകാശ പേടകം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. 2022 മെയ് മാസം വോയേജർ 1 വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അതിൻ്റെ AACS ഉപസിസ്റ്റത്തിൽ നിന്നുള്ള ടെലിമെട്രി ഭൂമിയിലേക്ക് ആൻറ്റിന ഓപ്പറേഷൻ നിയന്ത്രിക്കുന്ന ഒന്ന് പെട്ടെന്ന് എന്തോ കുഴപ്പമുള്ളതുപോലെയായി. സിഗ്നൽ വന്നു, കമാൻഡുകൾ ലഭിച്ചു, പക്ഷേ ഡേറ്റയ്ക്ക് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. ആരോ ഒരു ഫിൽട്ടർ ചേർത്ത പോലെയോ അല്ലെങ്കിൽ സോഴ്സ് കോഡ് തിരുത്തപ്പെട്ട പോലെയോ ആയിരുന്നു. ഓറിയൻറ്റേഷൻ സിസ്റ്റം ഇപ്പോഴും പ്രവർത്തിച്ചു. ആൻറ്റിന അത് ഇരിക്കേണ്ടിടത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ
AACS അയച്ച റിപ്പോർട്ട് പേടകം ഭ്രാന്തെടുത്തതുപോലെ കാണപ്പെട്ടു. ഈ സമയം വോയേജർ 1 സൗരയൂഥത്തിൻ്റെ അതിരുകൾക്കും അപ്പുറമായിരുന്നു. ഈ സംഭവങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ഒരു ശക്തമായ പ്രചോദനം നൽകി. സൗരയൂഥത്തിനപ്പുറം ഏലിയൻ സ്പേസ് ഉണ്ടെന്നും അത് വ്യക്തമായ ഭൗതിക നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നു എന്നും, അല്ലെങ്കിൽ അവിടെ സ്ഥലമേ ഇല്ലെന്നും ഭൂമി ഒരുതരം ശൂന്യതയിൽ ഒഴുകി നടക്കുന്ന ഒരുതരം കുമിള മാത്രമാണ് എന്നും ആളുകൾ അവകാശപ്പെട്ടു. ഒരുപക്ഷെ ആ സിഗ്നൽ വോയേജറിൽ നിന്നായിരുന്നില്ല, ഒരുതരം റേഡിയോ എക്കോയായിരിക്കാം, ചില വിദേശ മാധ്യമങ്ങളുടെ മുദ്ര പോലെ. എന്നാൽ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരായിരുന്നു. അവർ വളരെ കാലം ഈ അപാകതയെക്കുറിച്ച് തലപുകച്ചു. ഒടുവിൽ അവർ കാരണം കണ്ടെത്തി. ഉപയോഗിക്കാത്ത ഒരു മെമ്മറി ബഫർ വഴിയാണ് മൊഡ്യൂൾ ഡാറ്റ അയച്ചിരിക്കുന്നത്. അത് പണ്ടേ മരിച്ചതായി കണക്കാക്കിയിരുന്നു, അതുകൊണ്ട് ആർക്കും അറിയില്ല. അവർ അത് പരിഹരിച്ചു. പക്ഷേ ഈ ബുദ്ധിമുട്ട് അവശേഷിച്ചു. ഈ പഴയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഓരോ വർഷവും അവ കൂടുതൽ ദുർവാശിയോടെയാണ് പ്രവർത്തിക്കുന്നത്. നാളെ അവ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കിപ്പോൾ ആത്മവിശ്വാസത്തോടെ പ്രവചിക്കുവാൻ സാധിക്കില്ല. തീർച്ചയായും വോയേജറുകൾ എന്നേക്കും ജീവിക്കില്ല. അവരുടെ ശക്തി അണുവിഘടനത്തിലൂടെ പ്രവർത്തിക്കുന്ന വൈദ്യുത ജനറേറ്ററുകളിൽ നിന്നുമാണ് വരുന്നത്. അവയുടെ മുഴുവൻ ആയുസ്സും 2 പ്രധാന ഘടകങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി ഡീകേ തന്നെ. പ്ലൂട്ടോണിയത്തിൻ്റെ അർദ്ധായുസ് 87 വർഷമാണ്. വിക്ഷേപണം മുതൽ 47 വർഷം കഴിഞ്ഞു. ഉൽപ്പാദനം ഏകദേശം 3/1 കുറഞ്ഞു. രണ്ടാമതായി തെർമോ കപ്ലിങ്ങുകളുടെ നാശം. ചൂടിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ. കാലക്രമേണ അവയുടെ കാര്യക്ഷമതയും കുറയും. ഇന്ന് വോയേജറുകളുടെ തെർമോകപ്പിളുകൾ ഏകദേശം 220 വാട്ടാണ് പുറപ്പെടുവിക്കുന്നത്. തുടക്കത്തിൽ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ നേർപകുതി. എല്ലാ വർഷവും ഊർജ്ജ സ്രോതസ്സിൽ നിന്നും ഏകദേശം 4 വാട്ട് വൈദ്യുതി നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ത്രെഷോൾഡിന് അടുത്തെത്തുകയാണ്. 2025 ഫെബ്രുവരി മാസം 25 ദക്ഷിണ കാലിഫോർണിയയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ മെഷീൻ എഞ്ചിനീയർമാർ വോയേജർ 1 കോസ്മിക് റേ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. മാർച്ച് 24 അവർ വോയേജർ 2 ലോ എനർജി ചാർജിംഗ് പാർട്ടിക്കിൾ ഉപകരണം ഓഫ് ചെയ്തു. ഓരോ ബഹിരാകാശ പേടകവും ഇപ്പോൾ 3 ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ നടപടികളെല്ലാം പേടകത്തിൻ്റെ ക്രമേണ കുറയുന്ന വൈദ്യുത വിതരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിലവിലെ ശ്രമങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ്. നിലവിലെ പ്രൊജക്ട് മാനേജർ സുസൈൻ ഡോട്ട് പറഞ്ഞു, വോയേജറുകൾ വിക്ഷേപണം മുതൽ ഡീപ് സ്പേസ് റോക്ക് സ്റ്റാർസ് ആയിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും അത് നിലനിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ വൈദ്യുതി കുറഞ്ഞു വരികയാണ്. ഞങ്ങളിപ്പോൾ ഓരോ വോയേജറിൻ്റെയും ഒരു ഉപകരണം ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ ദൗത്യത്തിൻ്റെ അവസാനം പ്രഖ്യാപിക്കേണ്ടി വരുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു പക്ഷേ ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ. ഏറ്റവും മികച്ച രീതിയിൽ 2030 വരെ തിരഞ്ഞെടുത്ത് സിസ്റ്റങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ ടീമിന് ബന്ധം നിലനിർത്തുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് അത്ര മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം അവസാനത്തെ ശാസ്ത്രീയ ഉപകരണവും ഓഫ് ചെയ്യപ്പെടും. തുടർന്ന് ട്രാൻസ്മിറ്റർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടും. അങ്ങനെ ദൗത്യത്തിൻ്റെ 50-ാം വർഷത്തോടടുത്ത് വോയേജറുകളുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കും. എന്നാൽ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ബഹിരാകാശ പേടകം നിശബ്ദമായി പക്ഷേ അശ്രാന്തമായ തൻ്റെ പറക്കൽ തുടരും. 42,000 വർഷങ്ങൾക്കുള്ളിൽ വോയേജർ 2 റോസ് 248 എന്ന നക്ഷത്രത്തിൻ്റെ 1.5 പ്രകാശവർഷം അടുത്തുകൂടെ കടന്നുപോകും. 3 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ വോയേജർ 1 ചുവന്ന കുള്ളൻ നക്ഷത്രമായ TYC 3135521 മറികടന്നു പോകും. അവർ ഇല്ലാതായി പോവുകയില്ല. അവർ പുരാവസ്തുക്കളായും ദൃക്സാക്ഷികളായും നമ്മുടെ അംബാസഡർമാരായുമെല്ലാം മാറും. ഒരുപക്ഷെ ഒരു ദിവസം ആരെങ്കിലും അവരെ കണ്ടെത്തും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആരെങ്കിലും അകത്തെന്താണുള്ളത് എന്നും കണ്ടെത്തും. അകത്തുള്ളത് ഒരു സന്ദേശമാണ്. വോയേജറുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ട സമയത്ത് വളരെ ലളിതവും ധീരവുമായൊരു ചോദ്യം ചോദിക്കപ്പെട്ടു. ആരെങ്കിലും അവരെ കണ്ടെത്തിയാലോ? നാളെയല്ല, 100 വർഷം കഴിഞ്ഞിട്ടല്ല, 1,000,000 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അവസരങ്ങൾ ഏകദേശം 0 പോലും ഒരു സാധ്യത അവഗണിക്കുവാൻ കഴിയാത്ത അത്ര അസാധാരണമായിരുന്നു. കാൾ സാഗൻ്റെ ടീം ഈ ചോദ്യത്തെ വളരെ ഗൗരവമായി തന്നെ ഏറ്റെടുത്തു. നമ്മൾ എവിടെ നിന്നാണ് എന്ന് കാണിക്കുക മാത്രമല്ല, നമ്മൾ ആരാണ് എന്ന് വിശദീകരിക്കുവാൻ ശ്രമിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ഗോൾഡൻ റെക്കോർഡ് ഉണ്ടായത്. ഓരോ ബഹിരാകാശ പേടകത്തിലും ഘടിപ്പിച്ചിട്ടുള്ള സ്വർണം പൂശിയ ഒരു ചെമ്പ് ഡിസ്ക്, അതിലൊരു സ്റ്റെലസ്, ഒരു സംരക്ഷിത കവർ, കൂടാതെ കേസിങ്ങിൽ നേരിട്ട് കൊത്തിയ നിർദ്ദേശ മാനുവൽ എന്നിവ ഉൾക്കൊള്ളിച്ചിരുന്നു.
അകത്തെല്ലാം അടങ്ങിയ ഒരു ഫോണോഗ്രാഫിക് റെക്കോർഡിങ്ങും ഉണ്ടായിരുന്നു. 55 ഭാഷകളുള്ള ആശംസകൾ, വിവിധ സംസ്കാരങ്ങളുടെ സംഗീതം, ഭൂമിയുടെ ശബ്ദങ്ങൾ, തിരമാലകൾ, ഇടിനാദം, ഒരു കുഞ്ഞു കരയുന്നത്, ഒരു നായ കുരയ്ക്കുന്നത്, തിമീങ്കലത്തിൻ്റെ ശബ്ദങ്ങൾ, ഒരു ഹൃദയമിടിപ്പ്, ചിരി, ഒരു ചുംബനത്തിൻ്റെ ശബ്ദം. റെക്കോർഡിങ്ങിൻ്റെ 3/4 ഭാഗവും സംഗീതമായിരുന്നു. ബാക്ക്, ബിതോവൻ എന്നിവ മുതൽ സെനഗൻ, ജപ്പാൻ, പെറു എന്നിവിടങ്ങളിലെ നാടോടി ഈണങ്ങൾ വരെ. ബ്ലൂസ് ഉണ്ട്, ചക്ബറിയുടെ ജോണി ബി ഗുഡ് ഉണ്ട്. ഇതൊരു വിവാദത്തിന് വരെ കാരണമായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം പ്രതിഷേധിച്ചു, ഏലിയൻസിന് ഞങ്ങൾ റോക്ക് ആൻഡ് റോൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലോ? അതിന് സാഗൺ മറുപടി പറഞ്ഞു, പക്ഷേ ഇതൊരു നല്ല പാട്ടാണ്, അതിനാൽ അത് നിലനിർത്തി. ശബ്ദങ്ങൾക്ക് പുറമെ റെക്കോർഡിങ്ങിൽ 116 ചിത്രങ്ങളുണ്ടായിരുന്നു. ആളുകൾ, മൃഗങ്ങൾ, നഗരങ്ങൾ, ശരീരഘടന, DNA, ഒളിമ്പിക്സ് താരങ്ങൾ, ഐസ്ക്രീം കഴിക്കുന്ന കുട്ടി, ഭംഗിയായി ക്രമീകരിച്ച ഉൽപ്പന്നങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാം ഒരു സിഗ്നലായി എൻകോഡ് ചെയ്യുകയും ഡിസ്കിൻ്റെ ഗ്രൂവുകളിൽ മുദ്രണം ചെയ്യുകയും ചെയ്തു. സംരക്ഷിത കവറിൽ അതങ്ങനെ ഡീകോഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡയഗ്രാം, സൂര്യൻ്റെ സ്ഥാനം കാണിക്കുന്ന ഒരു പൾസാർ മാപ്പ്, റെക്കോർഡിംഗ് എങ്ങനെ പ്ലേ ചെയ്യണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. കൂടാതെ ഒരു റേഡിയോമെട്രിക് ടൈം സ്റ്റാമ്പ് പോലും. 4.5 ബില്യൺ വർഷത്തോളം അർത്തായുസുള്ള യുറേനിയം 238ൻ്റെ ഒരു നേർത്ത പാളി. ഇതുപയോഗിച്ച് ഡിസ്കിൻ്റെ പ്രായം കണക്കാക്കുവാൻ സാധിക്കും. തീർച്ചയായും പുറത്താർക്കെങ്കിലും ഒരു മാസ് സ്പെക്ട്രോമീറ്ററും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. എന്നാൽ ഈ റെക്കോർഡിങ്ങിൽ മറ്റെന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ഫ്രെയിമുകൾ 27 വയസ്സ് പ്രായമുള്ള ആൻഡ്രിയാനെ കാണിക്കുന്നു. അവൾ വോയേജർ ഇൻ്റർസ്റ്റെല്ലർ മെസ്സേജ് പ്രൊജക്റ്റിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. ഗോൾഡൻ റെക്കോർഡിൻ്റെ കലാപരമായ ഉള്ളടക്കത്തിന് അതിൻ്റെ ശബ്ദങ്ങൾ, സംഗീതം, ചിത്രങ്ങൾ, സന്ദേശത്തിൻ്റെ വാചകം എന്നിവയെല്ലാം തയ്യാറാക്കിയത് ആൻഡ്രിയാനാണ്. 1977 ജൂൺ മാസം 3-ാം തീയതി ദൗത്യം വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് ശാസ്ത്രജ്ഞർ അവളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി. അത് ആ ഗോൾഡൻ റെക്കോർഡിൽ തന്നെ എൻകോഡ് ചെയ്തുമിരുന്നു. ആ നിമിഷത്തിൻ്റെ മാന്ത്രികത എന്തെന്നാൽ ആൻ അന്ന് കാൾ സാഗനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ മസ്തിഷ്ക തരംഗങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവൾ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് തന്നെ അവൾ പറഞ്ഞു. തീർച്ചയായും ആ സിഗ്നലിൻ്റെ അർത്ഥം ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതുന്നത് അവിശ്വസനീയമായ വിധം നിഷ്കളങ്കമാണ്. എന്നാൽ ഒരു വികാരത്തിൻ്റെ ഒരു അടയാളം പ്രപഞ്ചത്തിൽ അവശേഷിപ്പിക്കുക എന്ന ആശയം തന്നെ ഹൃദയസ്പർശിയാണ്. അത് നമ്മളെ കണ്ണീരിലാഴ്ത്തും. ഇനി എന്ത്? 2030 വരെ ഭൂമി വോയേജർ ട്രാൻസ്മിറ്ററുകളുടെ ക്രമേണ മങ്ങുന്ന മന്ത്രങ്ങൾ ശ്രദ്ധയോടെ, ഭക്തിയോടെ കേൾക്കുന്നത് തുടരും. ഒരുപക്ഷെ അല്പം കുറവോ അല്പം കൂടുതലോ, അവരുടെ അണുഹൃദയങ്ങൾ ഒടുവിൽ തണുത്തു പോകുന്നതുവരെ. അതിനുശേഷം അവ എന്നേക്കുമായി നിശബ്ദമാകും. എന്നാൽ വോയേജറുകൾ അവരുടെ യാത്ര തുടരും. ഇപ്പോൾ നിശബ്ദമായി, ബന്ധമില്ലാതെ, വൈദ്യുതിയില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ. എന്നാൽ അർത്ഥമില്ലാതെയല്ല. അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ശൂന്യതയിലൂടെ ഒഴുകി നടക്കും. ഒരുപക്ഷെ ഒരു ദിവസം ആരെങ്കിലും അവരെ കണ്ടെത്തും. സന്ദേശങ്ങളെല്ലാം ഡീകോഡ് ചെയ്യപ്പെടും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അവർ 10,000-കണക്കിന് ഭാഷകളിലുള്ള ആശംസകൾ കേൾക്കും. തിരമാലകളുടെ ശബ്ദം, ഒരു കുട്ടിയുടെ ചിരി, പക്ഷികളുടെ പാട്ട്. അവർ ഫോട്ടോകൾ നോക്കും. മലകളും നഗരങ്ങളും മുഖങ്ങളും കാണും. അവർ ബാക്ക് മുതൽ ബ്ലൂസ് വരെയുള്ള സംഗീതം കേൾക്കും. അവർ ചിന്തിക്കും, എന്തൊരു വിചിത്രവും ശബ്ദായമാനവും ദുർവാശിയുള്ളതും അനന്തമായി ജീവനുള്ളതുമായ സംസ്കാരമായിരുന്നു ഇത് എന്ന്. നമ്മൾ കണ്ട ഈ കഥ വെറും ശാസ്ത്രീയ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല. ഇത് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ്. 1977 വിക്ഷേപിക്കപ്പെട്ട വോയേജർ 1ഉം 2ഉം ഗ്രഹങ്ങളുടെ പരമ്പരകളിലൂടെ ഒരു ഗ്രാൻഡ് ടൂർ നടത്തി. അവ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയുടെ സങ്കീർണമായ ലോകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടി. ശനിയുടെ വളയങ്ങളിലെ അത്ഭുതകരമായ ഇടയഗ്രഹങ്ങളെക്കുറിച്ചും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ട്രൈറ്റോണിൻ്റെ ക്രയോ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. ഏറ്റവും പ്രധാനമായി യുറാനസിൻ്റെ ഭാരം കൃത്യമായി അളന്നതിലൂടെ ഒരു കാലത്തെ ഭൂമിശാസ്ത്രത്തെ കുഴപ്പിച്ച പ്ലാനറ്റ് എക്സ് എന്ന മിഥ്യാധാരണ അതൊരു തെറ്റായ കണക്കുകൂട്ടലായിരുന്നു എന്ന് തെളിയിച്ച് വോയേജർ ശാസ്ത്രലോകത്തെ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം വോയേജറുകൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിർത്തിയായ ഹീലിയോപോസ് കടന്നു. ഹീലിയോസ്ഫിയർ എങ്ങനെയാണ് അസമമായി സ്ഥിതി ചെയ്യുന്നത് എന്നും
നക്ഷത്രാന്തര കാന്തിക മണ്ഡലം എങ്ങനെയാണ് സൗരകാന്തിക മണ്ഡലവുമായി ലയിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. നക്ഷത്രാന്തര ബഹിരാകാശത്ത് പ്രവേശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്ന നിലയിൽ അവ പുതിയ അറിവുകൾ ഇപ്പോഴും നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു. വോയേജർ നൽകിയ ഏറ്റവും വലിയ സന്ദേശം ശാസ്ത്രീയമല്ല, മറിച്ച് തത്വചിന്താപരമായിരുന്നു. 1990 കാൾ സാഗന്റെ നിർദ്ദേശപ്രകാരം വോയേജർ 1ന്റെ ക്യാമറകൾ പിന്നിലേക്ക് തിരിച്ച് ഭൂമിയുടെ അവസാന ചിത്രം പകർത്തി, പേൾ ബ്ലൂ ഡോട്ട്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഗ്രഹം എത്ര ചെറുതും ഏകാന്തവും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വോയേജറുകളുടെ ഊർജം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2030 അവയുടെ ഉപകരണങ്ങളും ട്രാൻസ്മിറ്ററുകളും എന്നേക്കുമായി നിശബ്ദമാകും. പക്ഷേ അവിടെ അവരുടെ യാത്ര അവസാനിക്കുന്നില്ല. ഓരോ പേടകത്തിലുമുള്ള ഗോൾഡൻ റെക്കോർഡ് ഭൂമിയിലെ ശബ്ദവും സംഗീതവും നമ്മുടെ സംസ്കാരവും വഹിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ അനന്തമായ പ്രപഞ്ചത്തിലൂടെ ഒഴുകി നീങ്ങും. ഒരു ദിവസം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കും അപ്പുറം ആരെങ്കിലും ആ സന്ദേശം കണ്ടെത്തുകയാണെങ്കിൽ അവർ അറിയും, ഈ വിചിത്രവും സ്നേഹമുള്ളതും ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ സന്ദേശവാഹകരായി ഈ പ്രപഞ്ചത്തിൻ്റെ കാണാമറയത്തേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇരട്ട സഹോദരന്മാരോട് നമുക്ക് നന്ദി പറയാം. ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.